അറിയില്ലേ അറിയില്ലേ അവനെ സകലതും തച്ചുടച്ചുകൊണ്ട് സർവനാശത്തിന്റെയും കൊടുങ്കാറ്റ് വിതറിക്കൊണ്ട് എവിടെയും ആഞ്ഞടിക്കുന്ന അസ്വസ്ഥതയുടെയും അസ്വാരസ്യത്തിന്റെയും കൊടുങ്കാറ്റും കാട്ടുതീയും ഇതാ ഇവിടെയും പടരുന്നു. ലഹരി 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 രാക്ഷസൻ. കൊണ്ടുകൊടുത്താ എനിക്കെന്ന് തരും. തരണം, പറ്റിക്കരുത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. കൊണ്ടുകൊടുത്താ എനിക്ക് മുട്ടായി വേണം, ഐസ്ക്രീം വേണം, അതുപോലെ മൊബൈൽ ഫോൺ വേണം. ചന്തയ്ക്ക് മറ്റു പോവാണോ? ഞങ്ങൾക്കൊന്നും വേണ്ട ചേട്ടന്മാരെ, ഞങ്ങള് കുട്ടികളോ, കുട്ടികൾക്ക് ഇതൊന്നും ഉപയോഗിച്ചുകൂടാ. എടാ മണ്ടന്മാരെ, ഇത് ആരോടും പറയണ്ട, നാണക്കേട്. ഇതിപ്പോ ഉപയോഗിക്കാത്തതായിട്ട് ആരുമില്ല. ആണുങ്ങളായ ഇതൊക്കെ ഉപയോഗിക്കണം. ഇല്ലേ പെണ്ണുങ്ങൾക്കിടയിൽ മോശമാ, അവർ കളിയാക്കും. എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഇത് വേണ്ട. നാണമില്ലടാ ആണെന്ന് പറഞ്ഞു നടക്കാൻ. വാങ്ങടാ, വാങ്ങി വരയ്ക്കാണ്ട് ആരും പോകാമെന്ന് വിചാരിക്കണ്ട. അബി എവിടെ മോനെ? നിങ്ങൾ എപ്പോഴും ഒരുമിച്ചല്ലേ വരാറ്? അവൻ കുറച്ച് കഴിഞ്ഞേ വരുമോ അമ്മേ? അവന് കുറച്ച് നോട്ട്സ് കംപ്ലീറ്റ് ആക്കാനുണ്ട്. ആ, ജോലിക്ഷീണം കാരണം എനിക്കൊന്ന് കിടക്കണം. എന്നാ ശരി മോനെ. ചേട്ടാ, അബി വേണ്ടാത്ത പരിപാടിക്ക് നിൽക്കണ്ട, ഞാൻ പോവാ. എനിക്ക് പോരാ, ഇതിനെ ജീവികളെ ചെയ്താ ഇതെന്തോ ഇത്തവണ ഫ്രീയാ. അടുത്ത തവണ വരുമ്പോൾ പണം കൊണ്ടുവരണം. മനസ്സിലാവണം. അബി എവിടെ മോനെ? അവനിപ്പോ എന്നും താമസിച്ചാണല്ലോ വരാറ്. അവൻ കുറച്ച് കഴിഞ്ഞ് വരുമോ അമ്മേ? അമ്മ വിഷമിക്കേണ്ട. അവൻ എന്തു പറ്റിയെന്നറിയില്ല. അവന്റെ സ്വഭാവം ആകെ മാറിപ്പോയി. ഭക്ഷണവും കഴിക്കുന്നില്ല. ഞാൻ പറയുമ്പോഴൊക്കെ എന്നോട് ദേഷ്യപ്പെടുകയാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ അവന്? അതൊന്നുമില്ല അമ്മേ. എന്റെ പ്രതീക്ഷയാണ് അവൻ മോനെ. മോനെ, എണീക്ക് എണീക്ക.
നല്ലതാണ്. വേണ്ടാത്തതിനോട് നോ പറയാൻ നാം മറന്നുപോയാൽ ജീവിതം ഇരുട്ടു നിറഞ്ഞതാകും. നമുക്ക് വെളിച്ചത്തിലൂടെ നടക്കാം. Bravo! Thank you, the whole sports team, for this marvelous performance. എനിക്ക് എന്റെ പ്രിയ സുഹൃത്തിനെയും അമ്മയെയും നഷ്ടപ്പെട്ടു. ഇനി ഞാൻ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കും? സമനില തെറ്റിയ ആ പെൺകുട്ടിയെ കൂടി എനിക്ക് രക്ഷിക്കാമായിരുന്നു. എന്റെ കൂട്ടുകാരന് കാലിടറിയത് കണ്ടിട്ടും ഞാൻ ആരോടും പറയാതെ ഒളിച്ചു വെച്ചത് വലിയ തെറ്റ്. അമ്മയോടോ ടീച്ചറോടോ പറയാമായിരുന്നു. എനിക്കതിന് കഴിഞ്ഞില്ല. പോലീസും എക്സൈസും ഭരണ സംവിധാനവും ഈ ലഹരി മാഫിയക്കെതിരെ സജീവമായി പ്രവർത്തിക്കുന്നത് വിസ്മരിച്ചുകൂടാ. എങ്കിലും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ നമ്മൾ സുഹൃത്തുക്കൾക്ക് ഇവരെ രക്ഷിക്കാൻ കഴിയും. ഹൃദയത്തോട്ട ചെങ്ങാതിയെ കൊലയ്ക്ക് കൊടുക്കാൻ നാം കൂട്ടുനിൽക്കരുത്. അവര് കാലിടറുമ്പോൾ കൈത്താങ്ങാകാൻ ഏറ്റവും കരുത്ത് നമ്മുടെ കൈകൾക്കാണ്. അത് നാം മറന്നു പോകുന്നു. കണ്ടില്ലേ കൂട്ടരെ, നമ്മെ ലഹരി എത്രമാത്രം നശിപ്പിക്കുന്നുവെന്ന്. നമുക്കതിനെ അകറ്റി നിർത്താം. കളിയും വായനയും കുടുംബവുമാണ് നമ്മുടെ ലഹരി. ഞാൻ എന്റെ കൂട്ടുകാരോടൊപ്പം നമുക്കൊരുമിച്ചൊരു പ്രതിജ്ഞ എടുക്കാം. നോ ടു ഡ്രഗ്സ്. സന്തുഷ്ടമായ കുടുംബമാകട്ടെ നമ്മുടെ ലഹരി. കിക്ക് ഡ്രഗ്സ്, സേഫ് സ്പോർട്സ്.